ഇന്ന് എൻ്റെ കയ്യിലുള്ളതാണ് മാമ്പഴം ഉണക്കിയത് കേട്ടോ. നമ്മൾ മാങ്ങാ തരാന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെ. ഞാൻ കുറേ മാമ്പഴം എടുത്തിട്ട് ഇമാരി ഉണക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പക്ഷേ ഉണങ്ങി ശരിക്കും എടുത്തേക്കേണ്ട കാലമായപ്പോഴത്തേനും ഇത്രയേ ഉള്ളൂ. അതായത് നല്ല കട്ടിയിൽ പരത്തി ഞാൻ. അപ്പോൾ 4 ദിവസം വേണ്ടി വന്നു ഉണങ്ങാനായിട്ട്. അപ്പോഴത്തേനും ഓരോ ദിവസം ഉണങ്ങിയതും കൊണ്ടുവന്ന് വെക്കുമ്പോൾ വൈകുന്നേരം നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് തിന്നൂട്ടാ. അത്രയും ടേസ്റ്റാണ്. നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിലും നല്ല ടേസ്റ്റാട്ടാ. ബാക്കി 4ാമത്തെ ദിവസം ഉണങ്ങിയിട്ട് വൈകുന്നേരം കൊണ്ടുവന്നപ്പോൾ എടുത്തേക്കാറായപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ച് അടുത്ത വർഷം മാമ്പഴക്കാലം ആവണ വരെയും മാമ്പഴം തിന്നാൻ കൊതിയാകുമ്പോൾ നമുക്കിത് തിന്നാട്ടാ. ഇത് ബേക്കറികളിലൊക്കെ കിട്ടും ഇങ്ങനത്തെ, പക്ഷെ അത് ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് മാമ്പഴം വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വീണതാണ് ഇത്രയും. അപ്പോൾ ഞാനിത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ മാങ്ങ. ഇപ്പോൾ 4-5 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴുത്ത് വീഴലൊക്കെ കഴിയുമല്ലോ, പിന്നെ മാങ്ങ ഉണ്ടാവില്ല. അപ്പോൾ ഈ ധാരാളം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുക എങ്ങനെ നോക്കാം. ആദ്യം ഇതൊക്കെ കഴുകി ചെത്തി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ അതിൻ്റെ പരിപാടികൾ തുടങ്ങാനായിട്ട്. അപ്പം ഞാനിത് അടുക്കളയിലേക്ക് പറക്കി കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. നല്ലോണം മണ്ണുണ്ട്, താഴത്തേക്ക് വീണ് കിടന്നിരുന്നതാണ്, അതുകൊണ്ട് നിറച്ച് മണ്ണാണ് കേട്ടോ. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കണം. പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, കാരണം നല്ല ഉയരത്തിലാണ്, കയറി പൊട്ടിക്കൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് നിലത്ത് പഴുത്ത് വീഴുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്കിത് ചെത്തി എടുക്കാം കേട്ടോ. കുറച്ചൊരു പണിയുണ്ട് ചെത്തി വൃത്തിയാക്കി എടുക്കാൻ. ചെത്തി മടുത്തപ്പോൾ ഞാനിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചെത്തി എടുത്തു. ഇനി നമുക്ക് കുഞ്ഞി പീസായിട്ട് എടുക്കാം കേട്ടോ. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ചെത്തിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു ജ്യൂസാക്കി എടുക്കാം കേട്ടോ. വെള്ളം തീരെ ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ നല്ല ജ്യൂസാക്കി എടുക്കണം. അപ്പം ഞാൻ അതൊക്കെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും തിക്കായിട്ടുള്ള ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതപ്പോൾ ഒരു പാത്രത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം വെച്ചാൽ അടുപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം കേട്ടോ. ഞാനത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഒരു ഉരുളിയാണ് എടുത്തേക്കണേ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം കേട്ടോ ഒന്ന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് തീരെ നാരില്ല. നാരുള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്ന് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് അരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല, നാരില്ലാത്തതുകൊണ്ട് നല്ല പൾപ്പ് മാത്രമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചിട്ടില്ല. എന്നിട്ട് ഞാനിത് കുറുക്കാണ് കേട്ടോ. കുറുക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല കേട്ടോ. ചുറ്റിനും പൊട്ടിത്തെറിച്ചിട്ട് എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരുവിധം കുറുക്കി എടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഈ മാങ്ങ ഭയങ്കര മധുരമുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരിക്കും. മൂവാണ്ടൻ മാങ്ങയും പുളിയൻ മാങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള മധുരം കൂട്ടിയിടണം കേട്ടോ. അല്ലെങ്കിൽ പുളിപ്പ് രസമായിരിക്കും വരുമ്പോൾ. ഇത് പിന്നെ നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലപോലെ ഒന്നുകൂടിയും ഇളക്കി ഒന്നുകൂടിയും കുറുക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് അടുപ്പിലാണ് വെച്ചത്. ഗ്യാസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ സ്റ്റൗമ്മിൽ മുഴുവനും പൊട്ടിത്തെറിച്ച് ആകെ വൃത്തികേടാവും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസും വേണ്ടേ. അതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് വെച്ചത്. അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഇറക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഉരുളിയുടെ സൈഡിലൊക്കെ പിടിച്ചത് നമ്മൾ നന്നായി ഇളക്കി പറിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു വലിയ പാത്രം എടുത്തിട്ട്, വലിയ പാത്രം അല്ലെങ്കിൽ കുഞ്ഞി പാത്രങ്ങളായാലും മതി, കിണ്ണത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. എണ്ണ തടവണത് തുടങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായി പരത്തി കൊടുക്കണം, ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വലിയ കിണ്ണായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇത്തിരി കട്ടിയിലാണ് ഞാൻ പരത്തണത്. നല്ല തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ തീരെ കനമുണ്ടാവില്ല. അപ്പോൾ കട്ടിയിൽ പരത്തണതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ തോന്നണത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചിലരൊക്കെ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് പരത്താറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കൂടുതൽ നല്ല കട്ടിയായിട്ട് പരത്തിയിട്ട് ഉണങ്ങി കിട്ടുമ്പോഴാണ്. പിന്നെ അത് നല്ല വെയിലത്ത് വെക്കാം കേട്ടോ. കനമുള്ളതുകൊണ്ട് 2-3 ദിവസം വേണം ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ
ഫസ്റ്റത്തെ ദിവസം ഉണങ്ങിയപ്പോൾ ഇതേ ഇത്രയും ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ വിട്ടു പോന്നിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ അടിയും ഉള്ളിലും ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ അടുത്ത ദിവസം വീണ്ടും ഉണക്കാൻ വെച്ചതിന് ശേഷം ദാ ഇങ്ങനെ ആയിട്ടുണ്ട്. ദാ ഇതിപ്പോൾ 4ാമത്തെ ദിവസം ഉണക്കിയെടുത്തതാണ് കേട്ടോ. ദാ ശരിക്കും ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പ്ലേറ്റ് മുഴുവനായിട്ട് ഉണക്കാൻ വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഉണങ്ങി വരുമ്പോൾ പൊട്ടിച്ച് കഴിച്ചിട്ട് പിള്ളേർ പൊട്ടിച്ച് കഴിച്ചിട്ട് ഇത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ ബാക്കി കിട്ടിയുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ വശം കണ്ടില്ല, അവർ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പീസാക്കിയിട്ട് എടുത്തിട്ടും മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചുരുട്ടല്ല ചെയ്തത്, പീസാക്കി മുറിച്ചെടുത്ത് വെക്കാൻ ആണ് എനിക്ക് എളുപ്പത്തിൽ തോന്നിയത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം മാങ്ങാകാലം വരെയും മാങ്ങയ്ക്ക് കൊതിയുള്ളപ്പോൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മളിതാ കുറുക്കണ ഒരു ടൈമിൽ മാത്രം കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി. പിന്നെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ള മാമ്പഴമായി നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.